അമേരിക്ക ഇറാൻ സമാധാന കരാറിൽ ഇടയുകയാണ് ഇസ്രയേൽ. കരാറിന്റെ വ്യവസ്ഥകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലാണ് ഇസ്രയേൽ വന്നിരിക്കുന്നത്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റും താൻ ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയുമെന്നായിരുന്നു കരാർ വന്നതിന് ശേഷം നെതന്യാഹുവിന്റെ പ്രതികരണം. ലബനിൽ നിന്നടക്കം സേനയെ പിൻവലിക്കില്ലെന്നും നെതന്യാഹു വ്യക്തമാക്കി. ഹോർമുസിൽ ടോൾ പിരിക്കാനാണ് ഇറാന്റെയും തീരുമാനമെന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന നീക്കം. ഹോർമുസ് അടക്കം എല്ലാം പഴയപടിയിലേക്കാകുമോ എന്ന് നമ്മുടെ പ്രതീക്ഷകൾ നീണ്ടുപോകുന്നു. ആശയക്കുഴപ്പമുണ്ടോ? വിശദമായി നോക്കാം. വിനോദ് ഉണ്ട്. വിനോദ്, എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? ഈ ആശയക്കുഴപ്പം കരാർ അത് ഒപ്പുവെക്കുന്ന തീരുമാനത്തെ ഏതെങ്കിലും രീതിയിൽ വൈകിപ്പിക്കുമോ? സൈത്ത്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇസ്രായേലിൻ്റെ നിലപാടാണ്. ഇസ്രായേൽ ഒരു തരത്തിലും ഈ കരാറിനെ അംഗീകരിക്കുന്നില്ല എന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കാരണം നെതന്യാഹുവിൻ്റെ വാക്കുകളിൽ വ്യക്തമാകുന്നത് ആ കാര്യമാണ്. അമേരിക്കയുടെ പ്രസിഡന്റാണ് ഡൊണാൾഡ് ട്രംപ് എങ്കിൽ താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണെന്ന് നെതന്യാഹു പറഞ്ഞു വയ്ക്കുമ്പോൾ ഈ കരാറിനോട് യോജിക്കുന്നില്ല എന്നത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രസ്താവന യമനിൽ നിന്നോ ലബനിൽ നിന്നോ ഗസയിൽ നിന്നോ സേനയെ പിൻവലിക്കില്ല എന്ന കാര്യമാണ്. അതായത് തങ്ങൾ യുദ്ധം തുടരും, പോരാട്ടം തുടരും, അത് ട്രംപ് അനുവദിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ ഒരു നിലപാടിൽ നിന്ന് മാറ്റമില്ല എന്ന കാര്യം അസന്നിഗ്ധമായി നെതന്യാഹു പറയുന്നു. അതുകൊണ്ട് തന്നെയാണ് ഈ കരാറിൻ്റെ ഭാവി എന്താകും എന്നതിൽ ചോദ്യം വരുന്നത്, വലിയ ആശയക്കുഴപ്പത്തിലേക്ക് പോകുന്നത്. ഒന്നാമത്തെ കാര്യം, ഈ കരാറിൽ തന്നെ ഇറാനും അമേരിക്കയും പൂർണ്ണതോതിൽ ഇതിലെ ധാരണകളുമായി ഒത്തുചേർന്ന് വന്നിട്ടില്ല. അവിടെ തന്നെ ചില തർക്കങ്ങളുണ്ട്. എങ്കിൽ തന്നെയും ട്രംപിൻ്റെ പ്രഖ്യാപന പ്രകാരം കഴിഞ്ഞ ദിവസം വെർച്വലായി ഈ കരാർ ഒപ്പിടുന്നു. ഇറാൻ്റെ പ്രസിഡന്റാണ് ഈ കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്ന ഒരാൾ, ഇറാനെ പ്രതിനിധീകരിച്ച്. അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപും JD വാൻസും ഉൾപ്പെടെയുള്ളവർ അമേരിക്കയുടെ ഭാഗമായും ഈ കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഔദ്യോഗിക രൂപം വരുന്നത് വെള്ളിയാഴ്ച മാത്രമാണ്. സ്വിറ്റ്സർലൻഡിലാണ് ഈ കരാർ ഔദ്യോഗികമായി ഒപ്പുവെക്കുന്നത്. ഖാലിബാഹാണ് ഇപ്പോൾ പ്രസിഡന്റ് ഇറാൻ്റെ ഭാഗത്ത് നിന്ന് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. പക്ഷേ അവിടെയും ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. പെസഷ്കിയാൻ ഇറാൻ്റെ പ്രസിഡന്റാണ്. ഖാലിബാഹ് ആകട്ടെ സ്പീക്കറാണ് ഇതിൽ ഒപ്പുവെച്ചിട്ടുള്ളത്. പ്രസിഡന്റ് ചോദിക്കുന്നത് ഈ കരാർ വരാൻ പോകുന്നുവെന്ന് ആരാണ് പറഞ്ഞത്, അങ്ങനെ ഒരു കരാർ ഉണ്ടോ എന്ന കാര്യം ഇറാൻ്റെ പ്രസിഡന്റ് ചോദിക്കുന്നു. അതേസമയം സ്പീക്കർ ഇതിൽ വെർച്വലായിട്ടുള്ള രേഖയിൽ ഒപ്പുവെക്കുകയും ചെയ്തിരിക്കുന്നു. അവിടെ ചില ആശയക്കുഴപ്പം ഇറാൻ്റെ ഭരണതലത്തിൽ തന്നെയുണ്ട്. ഭരണകൂടത്തിൽ തന്നെ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വരുന്നു. മാത്രമല്ല, ഇറാൻ ജനതയിൽ ഒരു വിഭാഗം ഈ കരാറിനെതിരെ രംഗത്ത് വരുന്നുണ്ട്. അമേരിക്കയ്ക്ക് അടിയറ വയ്ക്കുന്ന ഒരു തരത്തിലുള്ള തീരുമാനങ്ങളും അംഗീകരിക്കില്ല എന്നാണ് ഈ തീവ്ര നിലപാടുകാർ പറയുന്നത്. അങ്ങനെയെങ്കിൽ ഇറാനിൽ ആഭ്യന്തര കലാപം ഉണ്ടാകുമെന്ന സൂചനകൾ. ഇത് നേരത്തെ അമേരിക്കയും ഇസ്രയേലും ആഗ്രഹിച്ചതാണ്. ആയത്തുള്ള ഖമേനി കൊല്ലപ്പെടുമ്പോൾ പുതിയൊരു ഭരണകൂടം സൃഷ്ടിക്കപ്പെടുന്നതിന് വേണ്ടി ചില നീക്കങ്ങൾ അമേരിക്കയും ഇസ്രയേലും നടത്തിയിരുന്നു. അവിടുത്തെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് പുതിയൊരു ഭരണകൂടത്തെ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സുവർണാവസരം വന്നിരിക്കുന്നു, അത് പ്രയോജനപ്പെടുത്തണമെന്നാണ്. പക്ഷേ അമേരിക്കയുടെയും ഇസ്രയേലിൻ്റെ കണക്കുകൂട്ടലുകളെ തെറ്റിച്ചുകൊണ്ട് അവിടുത്തെ ജനത അന്ന് ഭരണകൂടത്തോടൊപ്പം ഉറച്ചു നിൽക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാന് പിന്നീട് ശക്തമായി തിരിച്ചടിക്കാൻ കഴിഞ്ഞതും ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ അവരുടെ ആക്രമണങ്ങൾ ഉണ്ടായതും. ഇപ്പോഴും ഇറാൻ പരാജയപ്പെട്ടു എന്നൊരു ഘട്ടമില്ല, സമവായത്തിൻ്റെ പാതയിൽ സഞ്ചരിക്കുന്നു എന്നതാണ്. അത് ആ ജനത കൂടി രാജ്യത്തിനോടൊപ്പം നിന്നതുകൊണ്ടാണ്. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടാകുമോ എന്ന കാര്യത്തിലും ചില സംശയങ്ങൾ, ചോദ്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട്. രാജ്യ താല്പര്യത്തിന് വിരുദ്ധമായി അമേരിക്കൻ താല്പര്യം അംഗീകരിച്ചുകൊണ്ടുള്ള ഒരു കരാറാണെങ്കിൽ ഇറാൻ ജനതയിൽ വലിയൊരു വിഭാഗം തെരുവിലിറങ്ങുന്ന അവസ്ഥയുണ്ടാകും. അതിൻ്റെ സൂചനകളാണോ അവിടുത്തെ ഭരണാധികാരികളിൽ ഇപ്പോൾ കാണുന്ന ഭിന്നിപ്പ് എന്ന ചോദ്യങ്ങളും ഒരു വശത്ത് ഉയരുന്നുണ്ട്. ഏതായിരുന്നാലും ഇപ്പോൾ ഹോർമൂസ് വഴി കപ്പലുകൾ സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. പൂർണ്ണതോതിൽ ആകണമെങ്കിൽ ഈ കരാറും പൂർണ്ണതോതിൽ എത്തണം. പക്ഷേ ഇപ്പോൾ ഇറാൻ്റെ ഭാഗത്ത് നിന്നോ അമേരിക്കൻ സേനാ വിഭാഗങ്ങളുടെ ഭാഗത്ത് നിന്നോ അങ്ങനെ ഒരു അറ്റാക്ക് ഏതെങ്കിലും കപ്പലുകൾക്ക് നേരെ ഉണ്ടാകുന്നില്ല. ഇറാൻ്റെ തീരത്തേക്കും ഇറാൻ തീരത്ത് നിന്ന് മറ്റു രാജ്യങ്ങളിലേക്കും എണ്ണക്കപ്പലുകൾ സഞ്ചരിക്കുന്നു. ഗൾഫിലെ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള കപ്പലുകളും സഞ്ചരിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഹോർമൂസിൽ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റുമുട്ടലുകളോ വെടിവയ്പ്പോ അങ്ങനെയുള്ള ആക്രമണങ്ങളോ നടക്കുന്നില്ല. പക്ഷേ ഇസ്രായേലിൻ്റെ ഇക്കാര്യത്തിൽ നിലപാട് നിർണായകമാണ്. ഈ കരാറിനോട് ഇസ്രായേൽ യോജിച്ചില്ലെങ്കിൽ, ട്രംപുമായി തെറ്റിയാൽ പിന്നീട് എന്ത് എന്ന ചോദ്യം അവശേഷിക്കുകയാണ്. സജിത്ത്, വിനോദ്, ഈ ഹോർമുസ് സാധാരണ നിലയിലാവാൻ നമുക്ക് ഇനിയും എത്ര ദിവസം എടുക്കും? കാരണം കരാർ യാഥാർത്ഥ്യത്തിലായാലും അത് ഇപ്പോഴും ചില ആശയക്കുഴപ്പങ്ങൾ അവിടെ അവശേഷിക്കുന്നില്ലേ? സൈത്ത്, അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ ഹോർമൂസിൽ മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. കഴിഞ്ഞ ദിവസം മുതൽ തന്നെ ഈ കരാർ യാഥാർത്ഥ്യമായത് മുതൽ തന്നെ ഹോർമൂസിൽ കപ്പലുകൾ സഞ്ചരിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇന്ത്യയിലേക്ക് അടക്കമുള്ള എണ്ണക്കപ്പലുകൾ സഞ്ചരിച്ച് വരുന്നുണ്ട്. ഇറാൻ്റെ തീരങ്ങളെല്ലാം തുറന്നു കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്നുള്ള എണ്ണയുടെ വ്യാപനം അല്ലെങ്കിൽ അവിടെ നിന്നുള്ള ആ വ്യാപാരം നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഹോർമൂസിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ല. എന്നാൽ
ചില കാര്യങ്ങളിൽ തട്ടി ഇപ്പോഴും ചർച്ചകൾ വഴിമുട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് ഇനി 60 ദിവസത്തേക്ക് മറ്റൊരു ചർച്ചയിലേക്ക് പോവുകയാണ്. ഇതൊരു അന്തിമമായ കരാറല്ല. ഇപ്പോൾ വന്നിട്ടുള്ളതും ഇനി വെള്ളിയാഴ്ച ഔദ്യോഗികമായി ഒപ്പുവെക്കാൻ പോകുന്നതും സമാധാന കരാറിൻ്റെ ഒരു അന്തിമ രൂപമല്ല. ആ കരാറിൽ പറയുന്നതും 60 ദിവസം ഇനിയും തുടർച്ചയായി ചർച്ച ചെയ്യും, അതിനുശേഷം മറ്റൊരു ധാരണയിലേക്ക് എത്തും എന്നതാണ്. ഈ 60 ദിവസത്തെ കാലയളവിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കുന്നു എന്നതിനെ കൂടി ആശ്രയിച്ചിരിക്കും ആത്യന്തികമായി പശ്ചിമേഷ്യയിൽ സമാധാനം പുലരുമോ എന്ന കാര്യത്തിൽ ഒരു ഉറപ്പ് പറയാൻ കഴിയുക. പക്ഷേ ഇപ്പോഴത്തെ കരാറിലുള്ള പ്രശ്നങ്ങൾ, അത് ഈ ആണവ നിരായുധീകരണം, ഇറാൻ്റെ പക്കലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം, അത് അമേരിക്ക തിരിച്ചെടുക്കുമെന്നതാണ് അമേരിക്കയുടെ പ്രഖ്യാപനം. ഇതിന് ഇറാൻ തയ്യാറാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പെസഷ്കിയാൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉയരുന്ന ചോദ്യം അതാണ്. അങ്ങനെ ആര് പറഞ്ഞു എന്നതാണ് അവരുടെ പ്രസിഡന്റ് ചോദിക്കുന്നത്. ആ തരത്തിൽ ഒരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. ഹോർമൂസിലെ പരമാധികാരം, ഹോർമൂസിൽ ഇപ്പോൾ തർക്കങ്ങളില്ല, അമേരിക്ക പിൻവാങ്ങിയിരിക്കുന്നു, ഇറാൻ IRGCയും പിന്മാറി, അതുകൊണ്ട് തന്നെ കപ്പലുകൾക്ക് സഞ്ചരിക്കാൻ കഴിയുന്ന കാര്യമുണ്ട്. പക്ഷേ അവിടെ ഏറ്റവും വലിയ പ്രശ്നം ലെബനനിലേക്കും അതോടൊപ്പം തന്നെ യമനിലേക്കും ഗസയിലും നടക്കുന്ന ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളും തിരിച്ചുള്ള ആക്രമണങ്ങളുമാണ്. ഈ ഹൂതികളും അതോടൊപ്പം തന്നെ ഹിസ്ബുള്ളയുമായിട്ട് ഇസ്രായേൽ നിരന്തരമായ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ഏറ്റുമുട്ടലുണ്ടായി. അവിടെയാണ് ട്രംപ് തൻ്റെ നീരസം പ്രകടിപ്പിച്ചത്. ഈ സമാധാനം പുലരണമെങ്കിൽ എല്ലാവരും ശ്രമിക്കണമെന്നത് നെതന്യാഹുവിനുള്ള ഒരു മറുപടിയായിരുന്നു. അവിടെ മുതൽ നെതന്യാഹുവും ട്രംപും തമ്മിൽ തെറ്റുകയാണ്. അതിൻ്റെ മറുപടിയാണ് നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വന്നത്. ഇസ്രായേലിൻ്റെ പരമാധികാരം സംരക്ഷിക്കാൻ താൻ ബാധ്യസ്ഥനാണ്, ഈ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യം അത് സംരക്ഷിക്കാൻ താൻ ബാധ്യസ്ഥനാണ്, ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്താൻ താൻ ബാധ്യസ്ഥനാണ്. ട്രംപ് അമേരിക്കയുടെ പ്രസിഡന്റാണ്, പക്ഷേ താൻ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയാണ് എന്ന് പറയുമ്പോൾ നെതന്യാഹുവും ട്രംപും രണ്ട് വഴിക്ക് സഞ്ചരിക്കുന്നു എന്നത് വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ഘട്ടത്തിൽ വീണ്ടും ലെബനനിലേക്കും മറ്റും ഇസ്രായേലിൻ്റെ ഭാഗത്ത് നിന്ന് ആക്രമണം ഉണ്ടായാൽ അമേരിക്ക എന്ത് നിലപാടെടുക്കും, ട്രംപ് എന്ത് നിലപാടെടുക്കും എന്നത് വളരെ വലിയ ചോദ്യമായി മാറുന്നു. ഇവിടെ ഇറാനും അമേരിക്കയും രണ്ട് സുരക്ഷിതമായ സോണുകളിലേക്ക് മാറുകയാണ്. അവർ ഈ കരാറിൽ ഒരു ധാരണയായാൽ ഈ രാജ്യങ്ങൾ തമ്മിൽ പ്രശ്നമില്ല. അപ്പോഴും അവിടെ കല്ലുകടിയാകുന്നത് ഇസ്രായേലിൻ്റെ നിലപാടായിരിക്കും. ഇസ്രായേൽ എന്ത് നിലപാട് സ്വീകരിക്കുന്നു, അതിനെ അമേരിക്ക എങ്ങനെ കാണുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. മാത്രമല്ല ഇസ്രായേലിൽ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ നെതന്യാഹുവിന് നിലപാടിൽ നിന്ന് പിന്നാക്കം പോകാൻ കഴിയില്ല. അവിടുത്തെ ജനതയെ അഭിമുഖീകരിക്കണമെങ്കിൽ ആ രാജ്യത്തിന് ഭീഷണിയായുള്ള രാജ്യങ്ങൾക്ക് നേരെയുള്ള പോരാട്ടം തുടരേണ്ടത് രാഷ്ട്രീയമായി കൂടി നെതന്യാഹുവിൻ്റെ ആവശ്യമാണ്. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം തൽക്കാലം ട്രംപിനില്ല. കാരണം അമേരിക്കയിൽ ഈ യുദ്ധത്തിനെതിരെ എതിർപ്പ് വരുന്നുണ്ട്. ട്രംപിന് അവിടെ കൂടുതൽ സുരക്ഷിതനാകണമെങ്കിൽ ഇവിടെ ഇങ്ങനെ ഒരു സമാധാന കരാർ സൃഷ്ടിച്ച് തൽക്കാലം പിന്മാറുക എന്നതാണ് ട്രംപിന് മുന്നിലുള്ള ഏക പോംവഴി. സൈത്ത്, അതാണ് സാഹചര്യം. എന്തായാലും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താണ് ഇനി ഹോർമുസിൻ്റെ ഭാവി? ഹോർമുസ് സാധാരണ നിലയിലാവാൻ എത്ര ദിവസമെടുക്കുമെന്നത് ചോദ്യം കൂടിയാണ് ഏറെ പ്രസക്തമാവുന്നത്. അതാണ് എല്ലാവരും കാത്തിരിക്കുന്ന ആ പ്രധാനപ്പെട്ട തീരുമാനം.